എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റ്. ഏകദേശം വഴിയുടെ പകുതി ഭാഗത്ത് വരെ സ്ഥലം വന്ന് നിൽക്കുന്ന കാരണത്താൽ അവിടെയാണ് നമ്മുടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായും മനസ്സിലാകും. ഒന്നോ രണ്ടോ കാറുകൾ വളരെ സിമ്പിളായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലും അവ തിരിച്ച് ഇറങ്ങി പോരുന്നതിനും സാധിക്കുന്ന രീതിയിലും ഫ്രണ്ട് വശം വിട്ടിട്ടുള്ള, അതുപോലെ തന്നെ വീട് ഈ കോമ്പൗണ്ടിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്ക് ഒതുക്കി പണിത കാരണം ഫ്രണ്ട് ഭാഗത്തും ഒരു സൈഡ് ഭാഗത്തും ബാക്ക് ഭാഗത്തും അത്യാവശ്യം ചെറിയ രീതിയിൽ സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ലക്ഷണമൊത്ത മനോഹരമായ വാസ്തുപ്രകാരം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുള്ള മനോഹരമായ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഈ വീട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇറക്കമായിട്ടുള്ള വീടിൻ്റെ വഴി വടക്കോട്ട് സഞ്ചരിക്കുന്ന രീതിയിൽ ലക്ഷണമൊത്ത മനോഹരമായ പുതിയ വീടാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ തറയുടെ ഭാഗം ഏകദേശം തറ നല്ല ഹൈറ്റിലായിട്ടാണ് വർക്ക് നടത്തിയിട്ടുള്ളത്. ഏകദേശം 24 ഇഞ്ച് 2 അടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട്. 18 ഇഞ്ചിൽ കരിങ്കല്ലിൻ്റെ വർക്കും അതിനുശേഷം 6 ഇഞ്ചിൻ്റെ ബെൽറ്റും കൂടി ഇട്ടപ്പോൾ നല്ല ലക്ഷണമൊത്ത ഒരു തറ, നല്ല ഉയരത്തിലുള്ള തറയാണ് വീടിൻ്റെ ഒരു എടുപ്പ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇനി ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഏകദേശം ഒരാഴ്ചത്തോളം വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആകും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആകും. വീടിൻ്റെ മുൻപിലായി മുറ്റത്ത് തന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വിരിക്കും. മഴക്കാലത്ത് വെള്ളം വീടിൻ്റെ മുൻവശത്ത് നിൽക്കാത്ത രീതിയിൽ റോട്ടിലേക്ക് പോകുന്ന രീതിയിൽ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ക്ലിയറായി വിരിക്കും. ബാലൻസ് വരുന്ന ബാക്ക് സൈഡിൽ 3 ഭാഗത്ത് ബേബി മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ട് സൈഡ് വഴിയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ഇൻ്റർലോക്ക് വിരിച്ച് വരുമ്പോൾ വെള്ളം വഴിയിലേക്ക് പോകുന്ന കണ്ടീഷനോട് കൂടിയിട്ട് ഇൻ്റർലോക്ക് വിരിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലക്ഷണമൊത്ത വീട് എന്ന് പറയുന്നത് കന്നിമൂലേര ഭാഗത്ത് നിന്നും വഴിയിലേക്ക് വെള്ളം സ്ലോപ്പായി ഒഴുകി പോകുന്ന രീതിയിൽ ചെറിയ സ്ലോപ്പ് ഇട്ടുകൊണ്ടാണ് ഇൻ്റർലോക്ക് കാര്യങ്ങൾ വിരിക്കുക. അങ്ങനെ വരുമ്പോൾ കന്നിമൂലയുടെ ഭാഗം ലക്ഷണമൊത്ത രീതിയിൽ തന്നെ ഉയർന്നു നിൽക്കും. അത് വീടിന് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ മുൻപിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ സ്ഥല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ഏരിയ, മുകൾ ഭാഗത്ത് ഓപ്പൺ ഏരിയ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും. നല്ല സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള മുകൾ ഭാഗത്ത് അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഓപ്പൺ ഏരിയ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ അടുക്കള മനോഹരമായ രീതിയിലാണ് ഈ വീടിൻ്റെ അടുക്കളയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. വാസ്തുപ്രകാരം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ് നമ്മുടെ കിണറിൻ്റെ സ്ഥാനം കിണറും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഗ്നികോണിലാണ് അടുക്കളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാം ഒത്തിണങ്ങിയ ലക്ഷണമൊത്ത മനോഹരമായ പുതിയ വീട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള വീടിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡീറ്റെയിൽസ് സഹിതമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തത്സമയം അറിയുന്നതിന് മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ പ്രദേശത്താണ്. അതായത് ബസ് റൂട്ടിൽ നിന്നും വെറും 80-90 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും കൊടുങ്ങല്ലൂർക്കും ചാലക്കുടിയിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ, പൂച്ചിനിപ്പാടം സെൻറ്റർ, എല്ലാ ബസ്സുകളും കേന്ദ്രീകരിക്കുന്ന സെൻറ്ററായ, അതുപോലെ തന്നെ ഒല്ലൂർക്കും തലൂർക്കും ഒക്കെ പോകാൻ സാധിക്കുന്ന NH 44 പുതുക്കാട് ഭാഗത്തേക്കൊക്കെ പോകാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സെൻറ്ററായ പൂച്ചിനിപ്പാടം സെൻറ്ററിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്ക് ഏകദേശം 12-13 കിലോമീറ്റർ ഏകദേശം ദൂരമുണ്ടാകും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശ ദൂരം 200 മീറ്ററാണ്. അതുപോലെ മുസ്ലിം പള്ളിയാണെങ്കിൽ ഏകദേശം 1.25 കിലോമീറ്റർ. അമ്പല പരിസരത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ. ഏകദേശം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ദൂരം വരുന്നത് 300 മീറ്റർ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസ്.
അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്റർ ആണെങ്കിൽ ഏകദേശം 1/2 കിലോമീറ്റർ, വില്ലേജ് ഓഫീസ് 1/2 കിലോമീറ്റർ, പഞ്ചായത്ത് ഓഫീസ് ഏകദേശം 1.5 കിലോമീറ്റർ. അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള മനോഹരമായ പുതിയ വീടാണ്. അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ 80-90-100 മീറ്റർ ഡിസ്റ്റൻസിന് താഴെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ മുൻപേ പറഞ്ഞ പോലെ നല്ല രീതിയിലാണ് അടുക്കളയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അത്യാവശ്യം കബോർഡിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുള്ള സെമി ഫർണിഷ്ഡ് വീടാണ്. ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട്. ചെറിയ രീതിയിൽ പെരുമാറുന്നതിന് ആവശ്യമായ സ്ഥല സൗകര്യം. അതുപോലെ തന്നെ കിണർ ഇങ്ങനെ ഒതുക്കി കാരണം ഈ ഭാഗത്തു കൂടെ ബാക്ക് സൈഡിലേക്കൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കിണറും കാര്യങ്ങളാണ്. വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്, പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിനോട് ചേർന്ന് അത്യാവശ്യം നമ്മൾക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഒരു ഭാഗത്തേക്കാണ് വീട് ഒതുക്കി പണിതിട്ടുള്ളത്. ഈ വീട് 5.5 സെൻറ്റ് സ്ഥലത്തിൽ 1450 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉള്ളത്. 3 ബെഡ്റൂമിൻ്റെ വീടാണ്. താഴെ 2 ബെഡ്റൂമാണ്, മുകൾ ഭാഗത്ത് 1 ബെഡ്റൂമാണ്. ഈ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ഇതുപോലെയുള്ള വീട് പണിയുമ്പോൾ ഉള്ള സൗകര്യങ്ങൾ നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത്. ബെഡ്റൂമുകൾക്കായാലും അത്യാവശ്യം താരതമ്യേന നല്ല വലുപ്പമുണ്ട്. വലിയ രീതിയിലുള്ള ഹാളാണ്, നിങ്ങൾ മുൻപേ കണ്ടിട്ടുണ്ടാവും. വലിയ രീതിയിലുള്ള ഹാളാണ്. അത് നമ്മൾക്ക് ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് തിരിക്കാവുന്നതാണ്. വീടിൻ്റെ വർക്ക് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റായി വരുന്നതേ ഉള്ളൂ. ഏകദേശം 2-3-4 ദിവസം കൂടിയുള്ള വർക്ക് കഴിഞ്ഞാൽ റെഡി ടു മൂവ് ആവുന്ന രീതിയിലുള്ള മനോഹരമായ പുതിയ വീടാണ്. ഇതാണ് ബാൽക്കണിയും കാര്യങ്ങളും. ഓപ്പൺ ഏരിയയും കാര്യങ്ങളും ഇതുപോലെ തന്നെ സ്ഥല സൗകര്യം ഇട്ടിട്ടുണ്ട്. കോണി കയറി വരുന്ന ഭാഗത്തു കൂടെ ഓപ്പൺ ഏരിയയിലേക്ക് കടക്കുവാനും അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് കടക്കുന്ന രീതിയിലും സ്പേസ് 2 എൻട്രൻസ് കാര്യങ്ങളൊക്കെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ബെഡ്റൂമുകളുടെ എണ്ണം 1-2 ബെഡ്റൂമുകളൊക്കെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. നല്ല ഒരു വലിയ സ്ഥല സൗകര്യത്തോടും വീടിൻ്റെ ഉള്ളിലെ സൗകര്യത്തോടും ഒക്കെ കൂടി ഏകദേശം 5.5 സെൻറ്റ് സ്ഥലത്തിൽ 1450 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 58 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അതുപോലെ തന്നെ ഈ വീടിന് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. ലക്ഷണമൊത്ത മനോഹരമായ ഈ പുതിയ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.